ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. പരിശോധന പ്രവാഹങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മാർപ്പാപ്പ മുൻകാലങ്ങളിലെ മാർപ്പാപ്പമാരെക്കാൾ അപേക്ഷിച്ച് വിവാദ പുരുഷനാവുകയും ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആളുകളുടെ വിമർശനത്തിന് ഇരയാവുകയും ചെയ്തൊരു മാർപ്പാപ്പയാണ്. നമ്മൾ ഈ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ മാർപ്പാപ്പ എടുത്ത നിലപാടുകളെ നമ്മളും ചിലപ്പോൾ ആശ്ചര്യത്തോടെ പറഞ്ഞിട്ടുണ്ട്. അപരിചിത സ്വഭാവത്തിലുള്ള നിലപാടുകളാണ് പാപ്പ എടുത്തത്. അതിന് താഴെ വന്നിട്ട് ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങൾ പാപ്പയുടെ നിലപാടിനെ നിശിതമായും വിമർശിക്കുകയും അർജൻറ്റീനയുടെ ഒരു കമ്മ്യൂണിസ്റ്റ് മനസ്സുണ്ടല്ലോ, ആ മനസ്സാണ് പാപ്പയ്ക്കുള്ളത് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ പാപ്പ ഒരിക്കൽ പോലും ഗാസയിലെ ഭീകരന്മാർ തട്ടിക്കൊണ്ടുപോയ ബന്ദികളെക്കുറിച്ച് ഉറക്കെ പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. പക്ഷേ ഈസ്റ്റർ ദിനത്തിൽ പാപ്പ പറഞ്ഞു ബന്ദികളുടെ മോചനം സാധ്യമാക്കണം. ഈസ്റ്റർ ദിനത്തിൽ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി ഒരു കൂടിക്കാഴ്ചയും നടത്തി. അതിനുശേഷമാണ് പാപ്പ പെട്ടെന്ന് കാലം ചെയ്തത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ നമുക്ക് അഗാധമായ ദുഃഖം രേഖപ്പെടുത്താം. എന്നാലും മാർപ്പാപ്പ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം, മുന്നോട്ട് വച്ച രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ പോരാ. കഴിഞ്ഞ ഡിസംബറിന് വത്തിക്കാനിൽ ഒരു പുൽക്കൂടൊരുക്കിയിരുന്നു. പുൽക്കൂടിൽ കഫിയ, പലസ്തീനികളുടെ ശിരോവസ്ത്രമായ കഫിയയിൽ കിടക്കുന്ന ഉണ്ണിയേശുവിനെയാണ് ചിത്രീകരിച്ചത്. ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവരുടെ കടുത്ത രോക്ഷമുയർന്നു. ഒടുവിൽ വത്തിക്കാനിൽ നിന്ന് പാപ്പയുടെ നിർദ്ദേശപ്രകാരമോ അല്ലാതെയോ ആ കഫിയയിൽ കിടത്തിയ ഉണ്ണിയേശുവിൻ്റെ ചിത്രം മാറ്റിയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ അമേരിക്കയിൽ നോക്കൂ, അമേരിക്കക്കാരല്ലാത്ത അമേരിക്കയിലെ നുഴഞ്ഞുകയറ്റക്കാരായ പ്രധാനമായും മുസ്ലിമുകളെ പുറത്താക്കുന്ന നടപടി കൈക്കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോപ്പ് വലിയ വിമർശനമാണ് ഉയർത്തിയത്. അപ്പോൾ പാപ്പ മുന്നോട്ട് വെക്കുന്നത് മനുഷ്യത്വത്തിൻ്റെ, മനുഷ്യസ്നേഹത്തിൻ്റെ സന്ദേശമാണ് എന്ന് പറയുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട കുറേ ആളുകൾക്ക് തന്നെ അതങ്ങ് ഡൈജസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. ശരിയല്ലേ? അത് എനിക്ക് തോന്നുന്നത് ഈ എത്രമാത്രം ഞാൻ ഈ പറയുന്ന കാര്യം അദ്ദേഹത്തിനെ പറ്റി എഴുതിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ നാട്ടിൽ മുമ്പ് എസ് കാപ്പൻ എന്ന് പറഞ്ഞിട്ട് ഈ ലിബറേഷൻ തിയോളജി, വിമോചന ദൈവശാസ്ത്രം, അതൊരു മാസികയൊക്കെ ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ അങ്ങനെ പിന്നെ പൗലോസ് കൽദായ ആയിരുന്നെങ്കിലും ലിബറേഷൻ തിയോളജിയുടെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. കമ്മ്യൂണിസ്റ്റ് വേദികളിലുമൊക്കെ വരികയൊക്കെ ചുവന്ന ഉടുപ്പിട്ടാണ് ബിഷപ്പ് നടക്കാറുണ്ട്. അതെ, കൽദായ ബിഷപ്പ് അതായിരുന്നു വേഷം അദ്ദേഹത്തിൻ്റെ. ചെറിയ സമൂഹമാണത്, തൃശ്ശൂർ മാത്രമുള്ള ഒരു മേഖലയിൽ മാത്രമുള്ളതാണ്. പക്ഷേ ആ കാലത്ത് ഇത്തരം ആളുകളുടെയൊക്കെ പ്രസംഗങ്ങൾ പ്രത്യേകം ഞാൻ കേൾക്കാൻ പോകുമായിരുന്നു. ഈ മാർ പൗലോസിൻ്റെയൊക്കെ, ബിഷപ്പ് മാർ അപ്രയം, പിന്നെ ഈ കാപ്പൻ്റെ പുസ്തകങ്ങൾ, കറുത്ത ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയൊക്കെ നിലകൊള്ളുന്ന രചനകളുമൊക്കെ. P. ഗോവിന്ദപിള്ളയൊക്കെ ഈ കാപ്പനെ പറ്റിയും മാർ പൗലോസിനെ പറ്റിയൊക്കെ എഴുതുകയും കൂടെ കൊണ്ടുകിടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് തരികൾ ഈ മാർപ്പാപ്പയിലും കാണാം എന്ന് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. കാരണം നമുക്ക് നല്ല ക്രിസ്ത്യൻ ജനസാമാന്യത്തിന് അനുകൂലിക്കാൻ കഴിയാത്ത നിലപാടുകളും ഒക്കെ അദ്ദേഹം പല കാലത്തും എടുത്തിരുന്നു. ഈ പറഞ്ഞ ഈ ഉണ്ണിയേശുവിൻ്റെ സംഭവത്തിൻ്റെ അതിനോട് അനുബന്ധിച്ച് തന്നെ ഇദ്ദേഹം പലസ്തീൻ അതോറിറ്റിയുടെ ആ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് അല്ലേ, അദ്ദേഹം അവിടെ ചെന്നപ്പോൾ കാണുകയും കുറേ നേരം സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് നോക്കുമ്പോഴാണ് മുമ്പും വത്തിക്കാനിൽ ഈ പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് പോയിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ. അപ്പോൾ ഒരു നിരന്തര ബന്ധം വത്തിക്കാനുമായിട്ട് പലസ്തീനിലെ ചില ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ വത്തിക്കാൻ റോമിലാണല്ലോ വത്തിക്കാനുള്ളത്. അതിൻ്റെ തൊട്ട് മുന്നേ വത്തിക്കാൻ്റെ കവാടങ്ങൾക്ക് മുന്നിൽ ഇസ്ലാമിസ്റ്റുകൾ റോമിനെ ഇസ്ലാമവൽക്കരിക്കും എന്ന് പറഞ്ഞ് വലിയ ജാഥകൾ നടത്തുന്നുണ്ട്. പാപ്പ കാണാത്തതല്ല. അതെ, അത് കാണാത്തത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ അർജൻറ്റീനയിൽ ജനിച്ചതുകൊണ്ട് അവിടെ നിന്ന് അപൂർവമായിട്ട് മാത്രമാണ് ഒരു മാർപ്പാപ്പയൊക്കെ, ആദ്യത്തെ മാർപ്പാപ്പയാണ് അർജന്റീന. അതെ, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന്. ഫ്രാൻസിസ് എന്നുള്ള പേര് സ്വീകരിച്ച ആദ്യത്തെ മാർപ്പാപ്പയാണോ? ആണെന്ന് തോന്നുന്നു അല്ലേ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിസ് അസീസിയുടെ പേര്, ഇതൊക്കെ ഈ മാർപ്പാപ്പയുടെ ഒരു ഇൻ്റലക്ച്വലിസം വിളിച്ചോതുന്നതാണ് ആ സെലക്ഷനൊക്കെ.
കാരണം ഗോഡ്സ് പോപ്പർ എന്ന് പറഞ്ഞിട്ട് കസാൻസാക്കീസിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട പുസ്തകമുണ്ടല്ലോ ഫ്രാൻസിസ് അസീസിയൊക്കെ പറ്റിയിട്ട്. അപ്പോൾ ഫ്രാൻസിസ് അസീസിയുടെ പേരിൽ നിന്ന് തന്നെയാണ് ഈ ഫ്രാൻസിസ് എന്നുള്ള പേര് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് തന്നെ. പിന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യകാലം നോക്കുമ്പോൾ ഈ ജസ്വിറ്റ് സമൂഹവുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു ജസ്വിറ്റ് പുരോഹിതനായി തന്നെ, അതും ഒരു അപൂർവതയാണ്. കാരണം ഈ ജസ്വിറ്റ് പുരോഹിതന്മാരൊക്കെ മാർപ്പാപ്പയാവുക എന്നൊക്കെ ഉള്ളതൊക്കെ അങ്ങനെ കേട്ടുകേൾവിയുള്ളതായിട്ട് തോന്നുന്നില്ല. അദ്ദേഹം അർജൻറ്റീനയിലെ ജസ്വിറ്റ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ആയിരുന്നു. പിന്നെ ബ്യൂണസ് ഐറിസിലെ ആർച്ച് ബിഷപ്പ്, കർദിനാൾ ഒക്കെ ആകുന്നുണ്ട്. അവിടെ 2001 കലാപ കാലത്തുമൊക്കെ സഭയെ ഒന്നിച്ച് നിർത്തുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ്. ബെർഗോഗ്ലിയോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ മറ്റേ മാർപ്പാപ്പ ഫ്രാൻസിസ് ആകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പേര്. മാർപ്പാപ്പ ബെനഡിക്റ്റ് 16 രാജിവെച്ച ശേഷമാണ് ഇദ്ദേഹം 2013 മാർപ്പാപ്പ ആകുന്നത്. അപ്പോൾ ഈ അങ്ങനെ പേര് തിരഞ്ഞെടുക്കുകയും ഈ ജസ്വിറ്റ് പശ്ചാത്തലമൊക്കെ ഇരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ വലിയ മാറ്റങ്ങൾ സഭയിലുണ്ടാകും എന്നുള്ളത് സഭാ മക്കൾക്കൊരു തോന്നൽ ആ കാലത്തുണ്ട്. ഒരു വിപ്ലവകാരിയായ പാപ്പ വരുന്നു എന്നുള്ളത് ജീവിതത്തിൽ കുറേ അത് കാണിക്കുകയും ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഔദ്യോഗിക വസതി എന്ന് പറയുന്ന കൊട്ടാരത്തിൽ അദ്ദേഹം താമസിച്ചില്ല. അവിടുത്തെ മാർത്ത മറിയം ഗസ്റ്റ് ഹൗസിൽ ചെറിയ സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചത്. കൊട്ടാരമൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് ഈ ചെറിയ ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിൽ ലാളിത്യം വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം. പിന്നെ സ്ത്രീകൾക്ക് വത്തിക്കാനിൽ പല സ്ഥലത്തും കൂടുതൽ പ്രാതിനിധ്യം അദ്ദേഹം കൊടുക്കുകയുണ്ടായി. LGBTQ ഈ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ആ കമ്മ്യൂണിറ്റിക്ക്, അതായത് ഈ സെയിം സെക്സ് മാരേജ് അദ്ദേഹം അനുവദിച്ചില്ലെങ്കിലും അത്രയും വിപ്ലവം സഭയിൽ പറ്റില്ല. പക്ഷേ ഇൻഡിവിജ്വൽസിനെ, ആ കമ്മ്യൂണിറ്റിയിലെ വ്യക്തികളെ പരിഗണിച്ചു, സ്വന്തം നിലയ്ക്ക് പരിഗണിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. പിന്നെ ഈ അമേരിക്ക, ക്യൂബ, ചൈന, ഈ രാജ്യങ്ങളോടുള്ള നിലപാടൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. ഈ ചൈനയുമായിട്ട് ഒരു പലപ്പോഴും ഈ സംവാദങ്ങളിലൊക്കെ ഏർപ്പെടുന്നതുമൊക്കെ കാണാമായിരുന്നു. കാരണം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടുത്തെ ബിഷപ്പുമാരെ തീരുമാനിക്കുന്നതിൽ എത്രമാത്രം സ്വാധീനമുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടോ തുടങ്ങിയ സംവാദങ്ങളുമൊക്കെ ചൈനയുമായിട്ടുമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. 2022 കാനഡയിൽ ഈ ഗോത്രവർഗക്കാരെയൊക്കെ മുമ്പ് കൊന്നൊടുക്കിയ സംഭവങ്ങളിലൊക്കെ മാപ്പ് ഇദ്ദേഹം 2022 മാപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കൂടുതലും ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരാതിരിക്കുകയും, കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാൽ നമ്മളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ഈ ബിഷപ്പുമാർ, പുരോഹിതന്മാർ, ചില കർദിനാൾമാരൊക്കെ ഈ എന്താ അതിന് പറയുക, ബാലപീഡകർ, പീഡോഫിൽസ് ആയിട്ട് പലയിടത്തും ഉണ്ടാകുമായിരുന്നല്ലോ. ചിലത് 10-40 കൊല്ലത്തിന് ശേഷമൊക്കെ ആയിരിക്കും പുറത്തു വരുന്നത്. അത്തരം കാര്യങ്ങളിലൊക്കെ ഈ പ്രത്യേക ഈ വത്തിക്കാൻ്റേതായ രേഖകളുമൊക്കെ സൃഷ്ടിക്കുകയും ചില ഘട്ടങ്ങളിൽ ആ വക കാര്യങ്ങളിൽ മാപ്പ് പറയുകയും ഒക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങളിൽ ആ ഇൻഡിവിജ്വൽ കേസുകൾ അങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല. ഈ കർദിനാള് ഇന്നടുത്ത് അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ബ്രിട്ടൻ പോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഉള്ള ധാരാളം സംഭവങ്ങൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. അത് സഭയെ കാർന്നു തിന്നുന്നു എന്നുള്ള വിശ്വാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ ഇടയലേഖനങ്ങൾ പുറപ്പെടുവിക്കുന്ന സ്വഭാവവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഈ കാരുണ്യത്തിൻ്റെ ഒരു വശം ഉണ്ട്. അതിൻ്റെ കൂടെ ഈ അദ്ദേഹത്തിൻ്റെ കാലം തീരുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു ഇടതുപക്ഷ സ്വഭാവവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. ഏതായാലും എനിക്ക് പാപ്പ കാലം ചെയ്തു. അടുത്ത വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യയിലേക്ക് വരാനുള്ള
നടപടികൾ തുടങ്ങി വെക്കവെയാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ. അത് പറഞ്ഞത് നന്നായി. അദ്ദേഹത്തിന് ഇന്ത്യയിൽ വരണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. ജോൺ പോൾ രണ്ടാമൻ മുമ്പ് വന്നതാണ്. ആ സന്ദർശനം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് അവിടെ അത്യാവശ്യം അദ്ദേഹത്തിനെ സ്വീകരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ. 2016 ഞാൻ ഓർക്കുന്നുണ്ട്, 2017 ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയിൽ വന്നേക്കും ഏതാണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടുമൊക്കെ കാരണം നീണ്ടുപോയി. കാരണം നമുക്ക് ഇവിടെ മതം മാറ്റത്തെ സംബന്ധിച്ചുമൊക്കെ ഉള്ള കാഴ്ചപ്പാടുകൾ പലതരത്തിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഈ പ്രതിഷേധങ്ങളും കൊണ്ടുമൊക്കെ അത് നടന്നില്ല. 2017 നടന്നില്ല. അടുത്ത കൊല്ലം അടുത്ത കൊല്ലം നടക്കുമെന്ന് കരുതിയിരുന്നു. ഏതായാലും നമ്മുടെ പക്ഷേ കേരളത്തിലിരുന്ന് നമ്മളിത് പറയുമ്പോൾ പാപ്പ വിചാരിച്ചിട്ടും പരിഹരിക്കാൻ പറ്റാത്തൊരു കാര്യം കേരളത്തിലുണ്ട്. ഈ സിറോ മലബാർ സഭയിലെ കുർബാനകൾ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം. മാർപ്പാപ്പയുടെ നിർദ്ദേശം അവഗണിച്ച് വൈദികർ തല്ലി അൽമായർ തല്ലി തലകീറുന്ന ഒരു കാഴ്ച അദ്ദേഹം നേരിട്ട് അറിയുന്നുണ്ടോയെന്ന് അറിയത്തില്ല. കാരണം ലോകത്തെമ്പാടുമുള്ള കാര്യങ്ങൾ നോക്കുന്ന ആളല്ലേ. അദ്ദേഹം അറിയാതിരിക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ വലിയൊരു വിപ്ലവം ഉണ്ടായിട്ടുണ്ട്. വൈദികനായ ഒരാളെ കർദിനാളാക്കിയിട്ടുണ്ട്, മലയാളിയാണ്. സാധാരണ ബിഷപ്പൊക്കെ ആയിട്ടാണല്ലോ കർദിനാളൊക്കെ ആവുക. ഇത് നേരിട്ട് എലിവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. കാരണം അതിന് മുമ്പ് ഇവിടുത്തെ പ്രശ്നത്തിൽ ഈ വിമാനത്താവളത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധി പ്രൊനൻഷ്യോ മറ്റോ വന്നിട്ട് പെട്ടെന്ന് ഇത് മാറ്റങ്ങളുണ്ടാകണം, ഏകീകൃത കുർബാന വേണം എന്നൊക്കെ പറഞ്ഞു പോയിട്ട് നടന്നില്ല. അതാണ് പാപ്പയെ അംഗീകരിക്കാത്ത അൽമായർ കേരളത്തിലുണ്ട്. പാപ്പ പറയുന്നു ശരിയാവട്ടെ തെറ്റാവട്ടെ, അതുകൂടി ഓർക്കണം എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യങ്ങൾ, സഖാവ് കൂടിയാകുമ്പോൾ അങ്ങനെ പറയാം അല്ലേ, കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള പാപ്പയാകുമ്പോൾ അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.